ക്രിസ്തുവിനെ പിന്തുടരുക. എന്നെ പിന്തുടരുന്നവൻ ഇരുട്ടിൽ നടക്കുന്നില്ല. ഇത് ക്രിസ്തുവിൻ്റെ വചനമാണ്. നമുക്ക് യഥാർത്ഥ പ്രബുദ്ധതയും ഹൃദയത്തിൻ്റെ അന്ധതയിൽ നിന്ന് മോചനവും സിദ്ധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും രീതികളെയും അനുകരിക്കണമെന്ന് അത് നമ്മോട് ഉപദേശിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റി ധ്യാനിക്കുക എന്നത് നമ്മുടെ ഉദ്യമമായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ധർമ്മോപദേശം സിദ്ധന്മാരുടെ സകല ഉപദേശങ്ങളെയും അതിശയിക്കുന്നു. ദിവ്യ ചൈതന്യമുള്ളവർ അതിൽ ഒളിഞ്ഞിരിക്കുന്ന മന്ന കണ്ടെത്തും. എന്നാൽ അധികം പേർക്കും സുവിശേഷം കൂടെ കൂടെ കേൾക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുന്നില്ല. അത് ക്രിസ്തുവിൻ്റെ ചൈതന്യം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ പൂർണ്ണമായും അനുഭവിച്ചറിയണമെന്നുള്ളവർ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അനുരൂപമാക്കണം. നീ എളിമയില്ലാത്തവനും തന്മൂലം ത്രിത്വത്തിൻ്റെ അപ്രീതിക്ക് പാത്രവുമാണെങ്കിൽ ത്രിത്വത്തെപ്പറ്റി ഗംഭീരമായി സംസാരിക്കുന്നത് കൊണ്ടും പ്രസംഗിക്കുന്നത് കൊണ്ടും നിനക്ക് എന്ത് പ്രയോജനം? പ്രൗഢങ്ങളായ വാക്കുകൾ മനുഷ്യനെ പുണ്യവാനും നീതിമാനുമാക്കി തീർക്കുന്നില്ല. എന്നാൽ സൽഗുണപരമായ ജീവിതം അവനെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് പാത്രീഭവിപ്പിക്കുന്നു. പശ്ചാത്താപത്തിൻ്റെ നിർവചനം അറിയുക എന്നതിനേക്കാൾ പശ്ചാത്താപം എനിക്കുണ്ടായിരിക്കുന്നതാണ് നല്ലത്. നിനക്ക് വേദപുസ്തകം മുഴുവനും സകല തത്വശാസ്ത്രങ്ങളുടെയും സൂക്തികളും അറിയാമെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും ഇല്ലെങ്കിൽ അതെല്ലാം കൊണ്ടും നിനക്ക് എന്തു പ്രയോജനം? ദൈവത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ മാത്രം സേവിക്കുകയും ചെയ്യുക. മറ്റു സകലവും മിഥ്യയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ജ്ഞാനം ലോകത്തെ വെറുത്ത് സ്വർഗരാജ്യവും തേടി ജീവിതം നയിക്കുന്നതാണ്. നശ്വരമായ സമ്പത്ത് തേടുന്നതും അവയെ ശരണീകരിക്കുന്നതും മിഥ്യയത്രേ. ബഹുമതികൾക്കും ഉന്നത സ്ഥാനത്ത് കയറുന്നതിനുമുള്ള ആവേശം മിഥ്യയാണ്. ശാരീരിക ദുശ്ചിന്തകൾക്ക് വഴങ്ങുന്നതും വലുതായ ശിക്ഷയ്ക്ക് നിന്നെ അർഹനാക്കുന്ന ഏതിനെയും ആഗ്രഹിക്കുന്നതും മിഥ്യയാണ്. ദീർഘജീവിതത്തെ ആഗ്രഹിക്കുകയും അതേസമയം ജീവിതത്തിൻ്റെ നന്മയിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നതും മിഥ്യയാണ്. ഐഹിക ജീവിതത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതും വരാനിരിക്കുന്ന സംഗതികളെപ്പറ്റി കരുതലില്ലാതിരിക്കുന്നതും മിഥ്യയാണ്. കാണുന്നത് കൊണ്ട് കണ്ണ് തൃപ്തിപ്പെടുകയോ കേൾക്കുന്നത് കൊണ്ട് കാത് നിറയുകയോ ചെയ്യുന്നില്ല എന്ന ആപ്തവാക്യം കൂടെ കൂടെ നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദൃശ്യമായ വസ്തുക്കളോടുള്ള സ്നേഹത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തെ പിൻവലിക്കുന്നതിനും അദൃശ്യമായ വസ്തുക്കളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനും ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ ശരീരത്തിന് വശംവദരായിരിക്കുന്നവർ തങ്ങളുടെ മനസ്സാക്ഷിയെ മലിനപ്പെടുത്തുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നഷ്ടമാക്കുകയും ചെയ്യുന്നു. നാം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ക്രിസ്തീയ നന്മകൾ പ്രാവർത്തികമാക്കുന്നതിൽ തീഷ്ണതയുള്ളവരാകും. ഇത് രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടത്തെ അനുകരിക്കാത്തവൻ ക്രിസ്ത്യാനി എന്ന പേരിന് പോലും അർഹനല്ല. അതിനാൽ നാമമാത്ര ക്രിസ്ത്യാനികളാകാതെ അവിടുത്തെ വചനങ്ങൾ പാലിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് വളരുന്നവരാകാം. ഓ യേശുവേ, അങ്ങയുടെ മഹത്വത്തിൽ പങ്കുപറ്റുവാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് അവ എൻ്റെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എൻ്റെ രക്ഷക, അങ്ങയെ അനുകരിക്കുവാൻ വേണ്ട കൃപ അവിടുന്ന് തന്നെ എനിക്ക് നൽകണമേ. അങ്ങയിലുള്ള എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും അങ്ങയിൽ പ്രത്യാശിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകുകയും ചെയ്യുമാറാകണമേ. ആമേൻ.